അബ്ദുൾ റഹീമിന്റെ മോചനത്തെക്കുറിച്ചുള്ള അനുകൂല വിധിക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എല്ലാവരും. സൗദി അറേബ്യ റിയാദിലെ ക്രിമിനൽ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഉത്തരവുണ്ടാക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുവേണ്ടി പ്രതീക്ഷയും പ്രാർത്ഥനയുമായി എല്ലാ മലയാളികളും, ലോകമെങ്ങുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. 26-ാമത്തെ വയസ്സിൽ 2006 നവംബർ 24-ന് ജോലിക്ക് വന്നിട്ടുള്ള നവംബർ 26-ന് ജോലിക്ക് വന്നിട്ടുള്ള റഹീം, കോഴിക്കോട് സ്വദേശി, ഫറൂഖ് സ്വദേശി, ഇപ്പോൾ ഏതാണ്ട് 44 വയസ്സായിട്ടുണ്ട്. 18 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുകയാണ്. അനസ് എന്ന് പറയുന്ന സ്വദേശി ബാലനെ നോക്കുന്നതായിരുന്നു ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 മാസം പോലും തികയുന്നതിന് മുൻപാണ് അനസിന്റെ മരണം സംഭവിക്കുന്നതും പിന്നീട് റഹീം ജയിലിലാകുകയും ചെയ്യുന്നത്. 2 പ്രധാന കേസുകൾ, ഒന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കൊലപാതക കേസ്, മറ്റൊന്ന് പബ്ലിക് ന്യൂസൻസ്, പൊതു ഇടത്ത് ശല്യമുണ്ടാക്കി എന്ന് പറയുന്ന, അങ്ങനെ 2 കേസുകൾ. ഇതിൽ ആദ്യത്തെ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള റഹീമിന് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. 34 കോടിയോളം രൂപ ദിയാദനമായി സ്വീകരിച്ചതിന് ശേഷം ബാലന്റെ കുടുംബം അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഉണ്ടാകാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് കോടതിയെ അറിയിച്ചതോടുകൂടിയാണ് വധശിക്ഷയിൽ നിന്നും കഴിഞ്ഞ ജൂലൈ 2-ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് അനുകൂലമായി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പൊതു ഇടത്ത് പൊതുശല്യമുണ്ടാക്കി എന്നുള്ളത് ഒരു കേസ് കൂടിയാണ് അക്കാര്യത്തിലുള്ള ശിക്ഷാ കാലാവധിയൊക്കെ ഇനിയിപ്പോൾ ശിക്ഷിക്കുകയാണെങ്കിൽ പോലും അതെല്ലാം തന്നെ ചെറിയ കാലത്തെ ശിക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ശിക്ഷാ കാലാവധി 18 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനിയൊരു ശിക്ഷാ സാധ്യതയൊന്നുമില്ല. അനുകൂല ഉത്തരവ് തന്നെയാണ് തീർച്ചയായും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 26-ാമത്തെ വയസ്സിൽ 2006 നവംബർ 4-ന് സൗദി അറേബ്യയിൽ എത്തിയിട്ടുള്ള മുഹമ്മദ് റഹീമിന് ഇപ്പോൾ 44 വയസ്സായിട്ടുണ്ട്. 18 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം റഹീം പുറത്തേക്ക് വരാൻ ഉള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇന്നിപ്പോൾ അനുകൂല ഉത്തരവുണ്ടായാൽ പോലും കുറച്ച് ദിവസം കൂടി എടുത്തതിന് ശേഷം മാത്രമേ റഹീം പുറത്തേക്ക് വരികയുള്ളൂ. കാരണം അപ്പീൽ കോടതിയെയും ഗവർണറെയും ഒക്കെ ഇക്കാര്യം തീരുമാനം അറിയിക്കണം. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം. എന്നാലും ഇനിയിപ്പോൾ ഒരുപക്ഷെ സംഭവിക്കുന്നത് നേരിട്ട് ഒരുപക്ഷെ വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരിക്കും റഹീമിന്റെ കാര്യത്തിൽ ചെയ്യുക. അങ്ങനെയാണ് സാധാരണ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ആളുകളെ നാട് കടത്തുന്നതിന് സമാനമായിട്ടുള്ള നടപടികളായിരിക്കും ഉണ്ടാക്കുക. അതൊക്കെ ഇനി എങ്ങനെയെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ റഹീമിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി എല്ലാവരും